ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ന് 13,000 രൂപയ്ക്ക് താഴെയുള്ള 5 മികച്ച ഫോണുകളുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ചെയ്യുന്നത്. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച ഈ 5 ഫോണുകളിലേക്കും നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ 5 ഫോണും തിരഞ്ഞെടുക്കാൻ വെച്ച ക്രൈറ്റീരിയ എന്തെന്ന് പറയുകയാണെങ്കിൽ, മിനിമം 6.5 ഇഞ്ചിന്റെ എങ്കിലും വലുപ്പമുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം അത്യാവശ്യം നല്ല അല്ലെങ്കിൽ തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ആ ഫോൺ വാഗ്ദാനം ചെയ്തിരിക്കണം. അതിനോടൊപ്പം മിനിമം 48 മെഗാ പിക്സലിലെങ്കിലും ക്യാമറ അടങ്ങിയ ഒരു ക്യാമറ സെറ്റപ്പ് ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യം മോശമല്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് നമുക്ക് ഈ ഫോണിൽ നമുക്ക് ലഭിക്കണം. ഇതാണ് നമ്മൾ വെച്ച ക്രൈറ്റീരിയ. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയകൾ പാലിക്കുന്ന 5 ഫോണുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പൊ ഈ ഫോണുകൾ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ റിയൽമി നാർസോ 20 ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഇതിൽ 6.5 ഇഞ്ചിന്റെ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൽ ഫുൾ HD+ ലഭിക്കുന്നില്ല, നമുക്ക് ഇതിൽ HD+ന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി മാത്രം നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇനി ഇതിൽ നമുക്ക് 20:9 ആസ്പെക്ട് റേഷ്യോ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം 88% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോയും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിന്റെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റി ആണ്. നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ റിയൽമി നാർസോ 20യിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ, ഇതിലെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയാടെക് ഹീലിയോ G85 ആണ്. ഈ മീഡിയാടെക്കിന്റെ ഹീലിയോ G85 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗെയിമിങ്ങിനാണെങ്കിലും നമുക്ക് യാതൊരു ഇഷ്യൂസ് നമുക്ക് ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ നല്ല ഹെവി ടാസ്കുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല പ്രൊസസർ തന്നെയാണ് ഈ മീഡിയാടെക്കിന്റെ ഹീലിയോ G85. ഇനി നമുക്ക് ഈ ഫോണിൽ eMMC 5.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. അതിനോടൊപ്പം നമുക്ക് ഇതെന്ന് പറയുന്ന Android 10 ബേസ്ഡുമാണ് റിയൽമി UI. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ റിയൽമി നാർസോ 20യിൽ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ, ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതിനു പുറമെ നമുക്ക് റിയർ സൈഡിൽ ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സൽ മാക്രോ സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ, ഇവിടെ നമുക്ക് 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ലഭിക്കുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ റിയൽമി നാർസോ 20യിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ, നമുക്കിവിടെ 6000 mAh ഒരു കൂടിയ ബാറ്ററി സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്കിതിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ റിവേഴ്സ് ചാർജിംഗും പോസിബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. വലിയ ന്യൂനതകളൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഫിംഗർ പ്രിന്റ് സെൻസർ, ഫേസ് അൺലോക്ക് തുടങ്ങിയ എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ, ഇതിൽ 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 11,499 രൂപയാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ഫോണിലേക്ക് വരുമ്പോൾ, അതും റിയൽമിയുടെ തന്നെ ഒരു ഫോണാണ്. അതായത് റിയൽമി 7A ആണ് നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ഫോൺ. ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിൽ 6.5 ഇഞ്ചിന്റെ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് റിയൽമി നാർസോ 20യിൽ കണ്ട പോലെ തന്നെ അതേ സെയിം ഡയമെൻഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് റിയൽമി 7യിൽ അതിനോടൊപ്പം നമുക്ക് ഒരു കൂടിയ റീഫ്രഷ് റേറ്റ് പാനൽ ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഫോണിൽ 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് പാനൽ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇതിൽ 20:9 ആണ് ഈ ഫോണിന്റെ ആസ്പെക്ട് റേഷ്യോ. അതോടൊപ്പം 90% ആയിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോയും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ റിയൽമി 7യിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ, ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 662 ആണ്. ഈ സ്നാപ്ഡ്രാഗൺ 662 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ നോർമൽ യൂസിൽ യാതൊരു ഇഷ്യൂസും ഉണ്ടാകില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം നല്ല ഗെയിമിംഗ് കളിക്കാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ LPDDR4X RAM ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇതിൽ UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്.
ഇനി നമുക്ക് ഈ ഫോണിൽ റിയൽമി UI അതെന്ന് പറയുന്നത് Android 10 ബേസ്ഡുമാണ്. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ അത്രയും മോശമല്ലാത്തൊരു പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. 64 മെഗാ പിക്സൽ ക്യാമറയ്ക്ക് പുറമെ നമുക്കിവിടെ ഒരു 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയും 2 മെഗാ പിക്സൽ മാക്രോ സെൻസറും 2 മെഗാ പിക്സൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറും നമുക്ക് റിയർ സൈഡിൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 16 മെഗാ പിക്സൽ ഒരു സോണി സെൻസറും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഈ റിയൽമി 7i എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 5000 mAh ബാറ്ററി ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഫോണിലും റിവേഴ്സ് ചാർജിങ്ങും പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും ഞങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഫോണിലും ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും അടക്കം എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 12,999 രൂപയാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഫോൺ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഫോണാണ്. അതായത് മൈക്രോമാക്സ് ഇൻ നോട്ട് 1 ആണ് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഫോൺ. അപ്പൊ നമുക്ക് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഡിസ്പ്ലേ എടുക്കുമ്പോൾ ഇതിൽ നമുക്ക് 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. 6.67 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഈ ഫോണിൽ ഫുൾ HD+ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ 20:9 ആണ് ഈ ഫോണിന്റെ ആസ്പെക്ട് റേഷ്യോ. അതിനോടൊപ്പം നമുക്ക് ഇതിൽ 85% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയാടെക് ഹീലിയോ G85 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ G85 എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 പെർഫോമൻസിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ന്യൂനതകളൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഫോണിൽ LPDDR4X RAM ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇതിൽ eMMC 5.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഇനി നമുക്ക് ഈ ഫോണിൽ പ്യുവർ ആൻഡ്രോയിഡ് OS എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. ആ കാരണത്താൽ തന്നെ നമുക്ക് ഈ ഫോണിൽ ആഡ്സോ ബ്ലോട്ട്വെയറോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി ഈ ഫോൺ എന്ന് പറയുന്നത് Android 10 ബേസ്ഡുമാണ്. അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 ലഭിക്കുന്നത്. ഇനി ഈ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതിനു പുറമെ നമുക്ക് ഇവിടെ റിയർ സൈഡിൽ ഒരു 5 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും നമുക്ക് ഈ ഫോണിൽ റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കാത്ത ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 5000 mAh ബാറ്ററി ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഈ ഫോണിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ റിവേഴ്സ് ചാർജിങ്ങും പോസിബിൾ ആണ്. ഇനി നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ തുടങ്ങി എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 12,499 രൂപയാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടെ പോക്കോ M2 Pro ആണ്. ഈ പോക്കോ M2 Proയിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മറ്റു ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഫോണിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ഗ്ലാസിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഒരു പ്രീമിയം ലുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 6.67 എന്ന് പറയുന്ന ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. അതും നമുക്ക് ഈ ഫോണിൽ ഫുൾ HD+ ആയിട്ടുള്ള ഒരു റെസല്യൂഷൻ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൽ 20:9 ആണ് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ. അതോടൊപ്പം നമുക്ക് ഈ ഫോണിൽ ഒരു കൂടിയ റീഫ്രഷ് റേറ്റ് പാനൽ ഒന്നും ലഭിക്കുന്നില്ല. സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു 60 Hz പാനൽ മാത്രമാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ SDR10 സപ്പോർട്ടും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ പോക്കോ M2 Proയിൽ ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗന്റെ
പവർഫുൾ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 720G ആണ്. സാധാരണ ഈ പ്രൊസസർ എന്ന് പറയുന്നത് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ കണ്ടുവരുന്ന ഒരു പ്രൊസസറാണ്. എന്നാൽ നമുക്ക് ഈ പ്രൊസസർ പോക്കോ M2 Proയിൽ നമുക്ക് 12,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഈ സ്നാപ്ഡ്രാഗൺ 720G ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ഒരു നല്ല പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. ഗെയിമിങ്ങിനാണെങ്കിലും അതിൽ നോർമൽ യൂസിനാണെങ്കിലും നമുക്ക് ഈ ഫോണിൽ യാതൊരുവിധ ഇഷ്യൂസ് നമുക്ക് ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്നില്ല. ഇനി നമുക്ക് ഈ ഫോണിൽ LPDDR4X RAM ആണ് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഈ ഫോൺ എന്ന് പറയുന്നത് Android 10 ബേസ്ഡുമാണ്. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഫോണിൽ യാതൊരു തരത്തിലുള്ള ന്യൂനതയും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതിനു പുറമെ 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയും 5 മെഗാ പിക്സൽ മാക്രോ സെൻസറും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും നമുക്ക് റിയർ സൈഡിൽ പോക്കോ M2 Proയിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ ഈ ഫോണിൽ നമുക്ക് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ പോക്കോ M2 Proയിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഫോണിൽ 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ ഈ ഫോണിൽ നമുക്ക് ഒരു നല്ല ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. ഇനി ഈ ഫോണിൽ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഫോണിൽ ഫേസ് അൺലോക്കും അതിന് പുറമെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കം എല്ലാവിധ സെൻസർ പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 6GB 64GB എന്ന വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,999 രൂപയാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഫോൺ, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം 13,000 രൂപ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച ഫോൺ എന്ന് പറയുന്നത് അത് റിയൽമിയുടെ റിയൽമി 6 ആണ്. ഈ ഫോൺ ഇറങ്ങിയിട്ട് ഒരു 5-6 മാസം ആയെങ്കിലും ഇപ്പോഴും ഈ ഫോൺ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിലെ ഡിസ്പ്ലേ എന്നത് 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൽ 90 ഹെർട്സിന്റെ ഒരു കൂടിയ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് പാനൽ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതാണ് ഈ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി നമുക്ക് ഈ ഫോണിൽ 90% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഇതിലും 20:9 എന്ന ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ റിയർ സൈഡിൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ റിയൽമി 6 ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ ഹീലിയോ G90T ആണ്. ഈ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് നോർമൽ യൂസിനാണെങ്കിലും ഒരു അഗ്രസീവ് യൂസിനാണെങ്കിൽ പോലും നമുക്ക് ഈ ഫോണിൽ നമുക്ക് ഡെയിലി ലൈഫിൽ യാതൊരുവിധ ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകുന്നില്ല. ഇനി നമുക്ക് ഇതിൽ LPDDR4X RAM ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഈ ഫോണിലും UFS 2.1 സ്റ്റോറേജ് ടൈപ്പ്. ഇനി നമുക്ക് ഈ ഫോണിലും Android 10 ബേസ്ഡ് ആണ്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ റിയൽമി 6 ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതിന് പുറമെ നമുക്ക് ഒരു 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസും 2 മെഗാ പിക്സൽ മാക്രോ സെൻസറും നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ചതായിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ റിയൽമി 6 ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4300 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഈ ഫോണിൽ 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഫോണിലും ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും അടക്കം എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 6GB 64GB എന്ന വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,999 രൂപയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 5 ഫോണും ഈ പ്രൈസ് റേഞ്ചിലെ ഒന്നിനൊന്ന് മികച്ചതായിട്ടുള്ള നല്ല ഓപ്ഷനുകൾ തന്നെയാണ്. പിന്നെ നമ്മളുടെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച ഫോൺ തന്നെ നിങ്ങളുടെ യൂസിനനുസരിച്ചുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെ നിങ്ങൾ എടുക്കണം എന്നതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഇന്ന ഒരു ബ്രാൻഡിനെ മാത്രമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിമോട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.